നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. തൃശൂർ ജില്ലയിലെ മികച്ച NSS യൂണിറ്റിനുള്ള പുരസ്കാരം മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കി. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപിക NA വിനീത മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡിനും അർഹയായി. പഠനത്തോടൊപ്പം തൊഴിൽ പരിശീലനവും പ്രാവർത്തികമാക്കിയാണ് ഈ സർക്കാർ സ്കൂൾ മികച്ച നേട്ടം കൈവരിച്ചത്. തൊഴിൽ പരിശീലനവും അതുവഴിയുള്ള സാമൂഹിക സേവനവും കഴിഞ്ഞ 3 വർഷമായി NSSന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നടത്തിവരുന്നുണ്ട്. പലഹാര നിർമ്മാണം, വിൽപ്പന, ജലപരിശോധന, തയ്യൽ പരിശീലനം, ദേശീയ പതാക, വസ്ത്രങ്ങൾ നിർമ്മിച്ച് വിൽപ്പന, നെൽകൃഷി എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. കടങ്ങോട് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ജലപരിശോധന നടത്തിയതിന് ഹരിത കേരള മിഷന്റെ ആദരവ് സ്കൂളിന് ലഭിച്ചു. വീട്ടിൽ നിന്നും പാചകം ചെയ്തു കൊണ്ടുവരുന്ന പലഹാരങ്ങൾ സ്കൂളിലെ സ്നാക്സ് പാർലറിൽ വിൽപ്പന നടത്തി കിട്ടിയ പണം സാമൂഹ്യ സേവനങ്ങൾക്കുപയോഗിച്ച് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് NSS നടത്തുന്നതെന്ന് പ്രിൻസിപ്പാൾ വി സ്മിത പറഞ്ഞു. മരത്തങ്കോട് സ്കൂളിലെ NSS യൂണിറ്റ് മറ്റ് സ്കൂളുകളിലെ NSS യൂണിറ്റിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തനതായ പ്രവർത്തനങ്ങളിലൂടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല മികച്ച NSS യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനോടൊപ്പം തൊഴിൽ പരിശീലനം കൂടി നൽകുക എന്ന വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ NSS യൂണിറ്റിന്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. NSS പ്രോഗ്രാം ഓഫീസറായി ചാർജ് എടുത്ത വിനീത ടീച്ചർ സ്കൂളിലേക്കായി 3 തയ്യൽ മെഷീൻ വാങ്ങി തയ്യൽ പരിശീലനം നൽകുന്നുണ്ട്. ദേശീയ പതാകകൾ, ശിശുദിനത്തിൽ ചാച്ചാജി ജുബകൾ, വയോമന്ദിരത്തിലെ അമ്മമാർക്ക് മാക്സികൾ എന്നിവ തയ്ച്ചു നൽകിയത് ശ്രദ്ധ നേടിയിരുന്നു. ഈ അവാർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു ടീം വർക്കിന്റെ അവാർഡാണ്. എനിക്ക് എന്ത് ആശയങ്ങൾ തോന്നിയാലും ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ടായിട്ട് അവർ കൂടെ നിൽക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ നല്ലൊരു എനർജി അതിന്ന് കിട്ടാറുണ്ട്. അങ്ങനെയാണ് ഞാൻ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് എൻ്റെ സഹപ്രവർത്തകരോടാണ് ഇതിൻ്റെ കടപ്പാടുള്ളത്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച ജൈവ നെൽകൃഷിയായിരുന്നു. ജൈവ അരി വിപണിയിലിറക്കുകയും വിറ്റുകിട്ടിയ 25,000 രൂപ NSS വയനാട് ഭവന നിർമ്മാണത്തിലേക്ക് നൽകുകയും ചെയ്തു. വൃദ്ധസദനത്തിലെ മുത്തശ്ശിമാരെയും കൊണ്ട് നടത്തിയ ഉല്ലാസയാത്ര, വൃക്കരോഗിക്ക് 42,000 രൂപ പിരിച്ചെടുത്ത് ചികിത്സാ സഹായമായി നൽകിയത് ഉൾപ്പെടെ ഒട്ടനവധി ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളാണ് NSSന്റെ നേതൃത്വത്തിൽ മരത്തങ്കോട് സ്കൂൾ നടത്തിയിട്ടുള്ളത്. PTA, SMC, MPTA, OSA അധ്യാപകർ എന്നിവരുടെ പിന്തുണയും സഹകരണവും സ്കൂളിന്റെ മികച്ച നേട്ടങ്ങൾക്ക് കരുത്തു നൽകിയിട്ടുണ്ട്. മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ചാവക്കാട് മുനിസിപ്പാലിറ്റി മമ്മിയൂർ 8ാം വാർഡ് കൗൺസിലർ KC സുനിലിന്റെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ മാസ് ക്ലീനിംഗ് നടത്തി. മമ്മിയൂർ മുസ്ലിം പള്ളി പരിസരം മുതൽ KSEB ഓഫീസ് വരെയുള്ള ഭാഗത്തെ റോഡിന്റെ 2 വശങ്ങളും വൃത്തിയാക്കി. MM സുമേഷ്, C അനിൽകുമാർ, നമ്പ്യത്ത് രാജഗോപാലൻ, സംഗീത സുരേന്ദ്രൻ, ആനി ജോൺസൺ, വർഗീസ്, KR ഗോപി തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സീമ മൊയ്തുണ്ണി, വാർഡ് മെമ്പർമാരായ ഷസീന, ജിതേഷ്, ഹൈറുനീസ, കർഷകരായ ആന്റണി, അബ്ദുൽ സലാം, കുഞ്ഞാലു അബ്ദുറഹ്മാൻ, ഫിഷറീസ് പ്രൊമോട്ടർ CK ഗീതമോൾ എന്നിവർ പങ്കെടുത്തു. കാർപ്പ് ഇനത്തിൽപ്പെട്ട 9,075 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. എരുമപ്പെട്ടി നെല്ലുവായിൽ നിന്നും ഭീമൻ മൂർഖൻ പാമ്പിനെ പിടികൂടി. നെല്ലുവായ് മുണ്ടങ്കോടുള്ള വീടിന്റെ പോർച്ചിന് സമീപത്തുള്ള ചെടിത്തോട്ടത്തിലാണ് പാമ്പിനെ കണ്ടത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി ഫോറസ്റ്റ് ആനിമൽ സ്നേക്ക് റെസ്ക്യൂ ഓഫീസർ അഷ്റഫ് പാമ്പിനെ പിടികൂടി. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.